കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇതൊക്കെ നമുക്ക് ശരിയാകാവുന്നേ ഉള്ളൂ. കുറച്ചു കാലം ഞാൻ പറയണ പോലെ ചെയ്യാം. ഈ ചികിത്സ കൃത്യമായിട്ട് പൂർത്തിയാക്കിയ അജയൻ എഴുന്നേറ്റ് നടന്നിരിക്കും. കുറച്ചു നേരം ഇവിടെ നിൽക്ക. വീട്ടിലിപ്പ എന്തായി കാണോ ആവോ? അവിടെ നിന്നെല്ലാം ആസ്വദിക്കാൻ പറ്റാതെ പോയല്ലോ. എന്താ നീ ആലോചിക്കുന്നേ? നീ തീരുമാനിക്കുന്നതെല്ലാം അതേപടി നടക്കുമെന്നാ? ഇനി ഞാൻ എഴുന്നേറ്റ് നടക്കരുതേ എന്ന് വല്ലതും പ്രാർത്ഥിക്കുന്നുണ്ടോ? എന്തേ വല്ലാതങ്ങ് ആളെ താത്തി കെട്ടുന്നല്ലോ. എന്റെ ആഗ്രഹങ്ങൾ നടക്കില്ലെന്നാണോ സാറ് പറഞ്ഞു വരുന്നത്? കുറച്ചു മുമ്പ് ഈ യാഗം നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് ദേ വീണ്ടും ആവർത്തിക്കുന്നു. കൊട്ടാരം വീട്ടിലെ യാഗം മുടങ്ങും. മുടങ്ങിയില്ലെങ്കിലോ? നടക്കില്ലെന്ന് ഉറപ്പല്ലേ? ഇനി നടക്കുകയാണെങ്കിലോ? നിന്റെ ഈ നെഗറ്റീവ് സംസാരം അതോടെ നിർത്തുവോ? ഒരാൾക്ക് പോസിറ്റീവായത് മറ്റൊരാൾക്ക് നെഗറ്റീവ് ആകും. ആർക്കും ആരെയും മാറ്റാൻ പറ്റില്ല ജയ. ഹോമം നടക്കുമെന്നുള്ള വിചാരം വേണ്ട. അതിപ്പോഴേ മുടങ്ങിയിട്ടുണ്ടാവും. ഫോൺ എടുക്കുന്നില്ല. ഇനിയിപ്പോ അജയൻ അടുത്തുള്ളതുകൊണ്ടായിരിക്കും എടുക്കാത്തത്. മോൻ എന്താ പൂജയ്ക്കിരിക്കാതെ ഇങ്ങോട്ട് പോന്നത്? ഹോമം തുടങ്ങാൻ സമയമായെന്ന് പറഞ്ഞ് ഗുരുക്കൾ അവിടെ തിരക്ക് കൂട്ടുന്നുണ്ട്. ശ്രേയ എവിടെ പോയിരിക്കാമേ? എന്തിനാ നീ എന്നെ നോക്കുന്നേ? മോൻ ചോദിക്കുന്ന കേട്ടില്ലേ ഉത്തരം പറയൂ നീ. അവളിത് ഇപ്പൊ ഇങ്ങെത്തും മോനെ. അമ്പലത്തിൽ നിന്ന് പുറപ്പെട്ടത്രേ. അവള് വരും എന്നുള്ളത് ഉറപ്പാണോ? അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ഫോണിലെ ചാർജ് തീർന്നെന്നാ തോന്നുന്നേ. ഞങ്ങള് വിളിച്ചു നോക്കിയിട്ട് ഇപ്പൊ കിട്ടുന്നില്ല. അവളുടെ അച്ഛൻ വിളിച്ചോണ്ട് വരാൻ വേണ്ടി പോയിരിക്കുക. ഇപ്പൊ ഇങ്ങെത്തും മോനെ. അതോർത്ത് മോൻ വിഷമിക്കണ്ട. അമ്മയ്ക്കാണെങ്കിൽ എന്തൊക്കെയോ ടെൻഷൻ പോലെ, എന്തൊക്കെയോ പന്തികേടുകളുണ്ട്. വൈദേഹിയാണെങ്കിൽ ഇവിടെ എങ്ങും കാണുന്നുമില്ല. അവളോട് ചോദിച്ച എല്ലാ കാര്യങ്ങളും അറിയാനും പറ്റുമായിരുന്നു.
മുഖം മറിച്ച് കതിർമണ്ഡപത്തിൽ ഇരുന്നത് പോലെ നീ ഇവിടെയും ഇരിക്കണം. ഈ യാഗം നടക്കണമെങ്കിൽ ഇനി ഇതേ ഒരു വഴിയുള്ളൂ. ഇങ്ങനെ കുറേശ്ശെയായി കൊല്ലുന്നതിനേക്കാൾ ഒറ്റയടിക്ക് ഒരു കുത്തിന് എന്നെ ഇങ്ങ് കൊന്നുകളയും. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള വിഷമങ്ങൾ ഇനി ഉണ്ടാവില്ലല്ലോ. ദേവേട്ടനെ കൺമുന്നിൽ കാണുമ്പോഴെല്ലാം എന്റെ സ്വന്തമാണെന്ന് തോന്നിപ്പോവും. പക്ഷെ എന്റേതല്ല. ഈ വീട്ടിൽ ഇങ്ങനെ ഓടി നടക്കുമ്പോ ഇത് എന്റെ വീടാണെന്ന് തോന്നും. എന്നാ എന്റേതാണോ? ചുറ്റുമുള്ളതൊക്കെ എന്റെ സ്വന്തം ബന്ധമാ. എന്നിട്ടും അതൊന്നും എന്റേതല്ല. എല്ലാം എന്റേതാണെങ്കിലും എന്റേതല്ല എന്ന് ഭാവിച്ച് ജീവിക്കേണ്ട അവസ്ഥ അച്ചമ്മയ്ക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. ഇത്രയും കാലം വൈദേഹി ചേച്ചി ശ്രേയ ചേച്ചിക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്തു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ മച്ചാനെ മറക്കാൻ പറ്റാതെ പാവൻ ചേച്ചി കിടന്ന് പെടയാ. ഇത്രയും വിഷമിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. മച്ചാൻ കല്യാണം കഴിച്ചത് വൈദേഹി ചേച്ചിയല്ലേ? ശരിക്കു പറയുകയാണെങ്കിൽ ഈ ജീവിതം എൻ്റെ വൈദേഹി ചേച്ചിയുടെയാ. എന്നിട്ട് എന്തിനാ ദൈവം ചേച്ചി ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? എല്ലാ സത്യങ്ങളും എനിക്കറിയാം. എന്നിട്ട് ഞാൻ എന്താ ഒന്നും പറയാത്തേ? ചേച്ചിയുടെ ജീവിതം തകരുന്നതിനേക്കാളും വലുതാണോ ചേച്ചിക്ക് കൊടുത്ത വാക്ക്? ഞാൻ പറയാൻ പോവുക. മച്ചാനോട് ഞാൻ എല്ലാം പറയാൻ പോവുക. മച്ചാനെന്താ ഇവിടെ? ഞാൻ മച്ചാൻ്റെ അടുത്തേക്ക് വരായിരുന്നു. ഞാനും നിന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു. എന്താ കാര്യം മച്ചാനെ? മച്ചാന്റെ ചേച്ചി എവിടെ? ഏത് ചേച്ചിയാ? ഞാൻ വേറെ ഏത് ചേച്ചിയെ കുറിച്ച് ചോദിക്കാനാണ്? എന്നെ സ്നേഹിക്കുന്ന നിന്റെ ചേച്ചി. അതെനിക്കറിയില്ല മച്ചാനെ. പക്ഷേ എനിക്ക് മച്ചാനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താന്ന് പറ മച്ചാനെ. അതെ, ഞാൻ ഫോട്ടോക്കാരൻ ചേട്ടനോട് സത്യം പറയാൻ പോവാ. വേണ്ടത്തെ കാര്യം വല്ലതും നീ ചെയ്ത പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. എന്താന്ന് പറ മച്ചാനെ. നീ എന്താ നിർത്തിക്കളഞ്ഞു? പറയാൻ വന്നത് മറന്നുപോയി. എന്തോ വലിയ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത് മറന്നുപോയെന്ന് എന്തിനാ പറയുന്നത്? എന്തോ മച്ചാൻ ഒളിക്കുന്നുണ്ട്. അത് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. നിങ്ങളുടെ വീട്ടിലെല്ലാവരും ഇങ്ങനെ തന്നെയാണോ? നിങ്ങളെല്ലാവരും എന്തോ ഒളിക്കുന്നുണ്ട്. ആരും അത് പറയുന്നുമില്ല. ഇപ്പൊ കണ്ടില്ലേ, നിന്റെ ശ്രേയ ചേച്ചി അമ്പലത്തിൽ പോയിരിക്കാന്ന് പറയുന്നു. ഹോമം തുടങ്ങാനുള്ള സമയമായിട്ടും ആളെ കാണാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കിടന്നു ഉരുളുന്നു. എന്താ നടക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെന്തെങ്കിലും ആവട്ടെ. നിനക്കെന്തോ പറയാനുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ട് അതും പകുതിയിൽ വെച്ച് നിർത്തി. അതും കുഴപ്പമില്ല. ഇനി നിന്റെ ശ്രേയ ചേച്ചി എവിടെ? അവള് ശരിക്കും അമ്പലത്തിൽ പോയത് തന്നെയാണോ? വൈദേഹി ചേച്ചിയെക്കുറിച്ച് ചോദിക്കുമ്പോഴാണല്ലോ സത്യം ചെയ്തു പോയി, ഒന്നും തുറന്നു പറയാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇതിപ്പോ ശ്രേയ ചേച്ചിയുടെ കാര്യത്തിലാവുമ്പോ ഈ സത്യവും പത്യൊന്നും ഇല്ലല്ലോ. ശരിയാണല്ലോ. കല്യാണത്തെക്കുറിച്ച് പറയല്ലേ എന്നല്ലേ വൈദേഹി ചേച്ചി സത്യം ചെയ്യിച്ച. പക്ഷെ ശ്രേയ ചേച്ചി ഇവിടെ ഇല്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞാൽ എന്താ? മച്ചാൻ ആ കാര്യം അറിയണം. അപ്പോൾ വൈദേഹി ചേച്ചിയുടെ ഒപ്പിരുന്ന് യാഗം നടത്താൻ മച്ചാൻ സമ്മതിക്കും. ഇവര് രണ്ടുപേരും ഒന്നിച്ച് യാഗം നടത്തിയ ആ ദൈവം രണ്ടുപേരെയും ഒന്നിപ്പിച്ചോളും. നീ എന്താ മച്ചാൻ ഇങ്ങനെ ആലോചിക്കുന്നേ? നീ എങ്കിലും ഒന്ന് തുറന്നു പറ. എനിക്ക് പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ മച്ചാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ച പേടിയാവുന്നേ. നിന്റെ വൈദേഹി ചേച്ചിയുടെ കാര്യത്തിൽ ഉണ്ടായതുപോലുള്ള അത്രയ്ക്ക് വലിയ ഷോക്കൊന്നും ഇനി ഉണ്ടാവാനില്ല. കാര്യം എന്താന്ന് വെച്ചാൽ നീ പറ. ശ്രേയ ചേച്ചി ഇവിടെ ഇല്ല മച്ചാനെ. ഇല്ലെന്ന് പറഞ്ഞ? ഇല്ലെന്ന് പറഞ്ഞ ഇവിടെ ഇല്ല. എവിടെ പോയെന്ന് ആർക്കും അറിയേയില്ല. പിന്നെ അമ്പലത്തിൽ പോയിരിക്കാന്ന് പറഞ്ഞതോ? എവിടെ പോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ളവർ ദേഷ്യപ്പെടുമെന്ന് കരുതിയിട്ടാ. എത്ര വലിയ കാര്യം ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് മറച്ചു വെച്ചത്. ശ്രേയ ഇല്ലെങ്കിൽ യാഗം നടക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഈ വീട്ടിൽ ആരെങ്കിലും ഇത് അറിഞ്ഞാൽ മതി ഇവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടാകാൻ. അത് പേടിച്ചിട്ടാ മച്ചാനെ എൻ്റെ അച്ഛമ്മ അതിനൊരു നല്ല പരിഹാരം കണ്ടെത്തിയത്. പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അതെന്താണെന്ന് ആദ്യം നീ പറ. നടക്കാത്ത കാര്യം എന്തിനാ പറയുന്നേ മച്ചാനെ? എടാ, ഈ ഹോമം നടക്കില്ല എന്ന് എന്റെ അമ്മയോ അച്ഛമ്മയോ വല്ലോ അറിഞ്ഞാ എന്താ ഇവിടെ നടക്കാന്നുള്ളത് ഊഹിക്കാൻ പോലും പറ്റാത്ത കാര്യം.
അതിനേക്കാളൊക്കെ നല്ലതല്ലേ നിന്റെ മുത്തശ്ശി പറഞ്ഞ പരിഹാരം നല്ലതാണെങ്കിൽ അതങ്ങ് ചെയ്യുന്നത്. അതിനേക്കാളൊക്കെ നല്ലതല്ലേ നിന്റെ മുത്തശ്ശി പറഞ്ഞ പരിഹാരം നല്ലതാണെങ്കിൽ അതങ്ങ് ചെയ്യുന്നത്. അതെന്താണെന്നൊന്ന് പറയും മച്ചാനെ. അത് വേറൊന്നല്ല മച്ചാ. ഇപ്പോ ഹോമത്തിന് തലയിലൂടെ തട്ടമിട്ട് മറിച്ചിട്ടല്ലേ ഇരുത്താൻ പോകുന്നത്. ശ്രേയ ചേച്ചി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് വൈദേഹി ചേച്ചിയെ തട്ടുപിടിപ്പിച്ച് ഇരുത്തിയാലെന്താ? അച്ചമ്മ പറഞ്ഞതാ, മച്ചാനൊന്ന് ആലോചിക്ക്. ഇപ്പൊ എന്റെ മനസ്സിലെ ചിന്ത എന്താണെന്നറിയോ? നാളെ നടക്കാൻ പോകുന്ന ഹോമത്തില് എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് നീ എന്റെ തൊട്ടടുത്തിരിക്കണം. ഈ ഹോമം നടത്തണം. മച്ചാൻ തീരുമാനിക്ക് എന്താ ചെയ്യണ്ടേന്ന്. എന്റെ മച്ചാനെ, എനിക്കിതിന് 100 വട്ടം സമ്മതാ. എടാ, ഇത് ഈ ഒരു കാര്യത്തിന് മാത്രമുള്ള പരിഹാരമൊന്നും അല്ല. എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണിത്. നമുക്കിത് ചെയ്യണം മച്ചാനെ. ഒന്നും കൂടി ഒന്ന് ആലോചിക്കേ. അച്ചമ്മ പറഞ്ഞെങ്കിലും ചേച്ചി ഇതിന് സമ്മതിച്ചിട്ടില്ല. എടാ, നിന്റെ ചേച്ചിനെ എങ്ങനെ സമ്മതിപ്പിക്കണമെന്നൊക്കെ എനിക്കറിയാം. അത് നീ എനിക്ക് വിട്ടേക്ക്, നമുക്ക് നോക്കാം. എന്റെ ചക്കര മച്ചാനാണേ. എന്റെ അമ്മേ, അങ്ങനെ എന്റെ പ്ലാൻ വർക്കൗട്ടായി. ഇനി മച്ചൻ വൈദേശിച്ചിട്ട് കാര്യം നോക്കിക്കോളും. എന്റെ ശ്രീരാമ ഭഗവാനെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് കേട്ടോ. മുഖം മറിച്ച് കതിർമണ്ഡപത്തിൽ ഇരുന്നത് പോലെ നീ ഇവിടെയും ഇരിക്കണം. ഈ യാഗം നടക്കണമെങ്കിൽ ഇനി ഇതേ ഒരു വഴിയുള്ളൂ. ഹലോ വൈദേഹി കുട്ടി, എന്താ ആലോചിക്കുന്നേ? എന്താ മുഖമൊക്കെ വല്ലാതെ? യാഗം നടക്കാത്തതിന്റെ വിഷമാണോ? എനിക്കെല്ലാം മനസ്സിലായി വൈദേഹി. മാധവനെല്ലാം എന്നോട് പറഞ്ഞു. എന്തായിരിക്കും പറഞ്ഞിരിക്കുക? എന്റെ വിഷമം കാണാൻ പറ്റാതെ കല്യാണത്തിന്റെ കാര്യങ്ങളും പറഞ്ഞു കാണൂ. ശ്രേയ എവിടെയാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അവളിനി തിരിച്ചു വരുമെന്ന് പോലും അറിയില്ല. അതിവിടെയുള്ളവരോട് തുറന്നു പറയാനും മടി. അതല്ലേ എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നത്. എനിക്കെല്ലാം അറിയാം. രാമ, കല്യാണത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ കാണുമ്പോൾ എനിക്കെന്താ തോന്നുന്നതെന്നറിയോ? നമ്മുടെ രണ്ടുപേരുടെയും നല്ലതിനു വേണ്ടി ഇതൊക്കെ നടക്കുന്നേ. നല്ലതിനു വേണ്ടിയോ? അതെ വൈദേഹി, നിന്റെ അനിയത്തി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ആ തട്ടോ ഇട്ടോണ്ട് നീ എൻ്റെ കൂടെ തന്നെ ഇരിക്കണം ഈ ഹോമം കഴിയുന്നത് വരെ. ദേവേട്ടൻ എന്താ ഈ പറയുന്നേ? ഞാൻ എങ്ങനെ ദേവേട്ടനോടൊപ്പം യാഗത്തിന് ഇരിക്കുക? ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞതല്ലോ, ഇന്നലെ രാത്രി തന്നെ പറഞ്ഞതല്ലേ. ഇന്ന് നടക്കുന്ന ഈ ഹോമത്തിന് എൻ്റെ കൂടെ ഇരിക്കുന്നത് നീ ആയിരിക്കുമെന്ന്. എന്നിട്ടിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നടന്നില്ലേ? നമ്മുടെ സ്നേഹം സത്യമാണ് വൈദേഹി. അതുകൊണ്ട് സാഹചര്യം പോലും നമുക്ക് അനുകൂലമായ രീതിയിൽ ഓരോരോ അവസരങ്ങൾ ഒരുക്കി തരുന്നേ. ദേ എല്ലാവരും അവിടെ കാത്തിരിക്കാട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് ഒരുങ്ങി വാ, താഴെ ഹോമം തുടങ്ങാറായി. കൈന്ന് വിട് ദേവേട്ട. ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിന് തീരുമാനങ്ങൾ എടുത്ത് എങ്ങനെ ശരിയാവും? എന്നെ കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നേ? അല്ലെങ്കിൽ തന്നെ ദേവേട്ടനൊപ്പം ഭാര്യയുടെ സ്ഥാനത്തിരുന്ന് ഹോമം ചെയ്യാൻ ഞാൻ എങ്ങനെ സമ്മതിക്കുമെന്ന് കരുതി? അത് ശ്രേയയുടെ അവകാശം. എന്നിട്ട് ശ്രേയ എവിടെ?
ഇവിടെ ഇല്ല എന്ന് കരുതി ആ സ്ഥാനത്തിരിക്കാൻ എനിക്കെന്ത് യോഗ്യതയുള്ളത്? ശ്രേയയുടെ സ്ഥാനത്തേക്ക് നീ കയറി വന്നതല്ല വൈദേഹി, നിന്റെ സ്ഥാനം ശ്രേയ കൈയടക്കിയതാ. നിന്നെക്കുറിച്ച് ഞാൻ എന്താ കരുതിയെന്ന് നീ ഇപ്പൊ ചോദിച്ചല്ലോ. പക്ഷെ എന്റെ മനസ്സിൽ നിന്റെ സ്ഥാനം എന്താന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല വൈദേഹി. നീ എന്റെ ജീവനാണ് വൈദേഹി, എന്റെ സർവവും നീയാ. അജയേട്ടന്റെ ഊർമിളേടത്തിന്റെയും ജീവിതം കണ്ട് കല്യാണം പോലും വേണ്ടെന്ന് വെച്ചതാ ഞാൻ. പക്ഷെ ആദ്യമായിട്ട് നിന്നെ അവിടെ വെച്ച് കണ്ട ആ സമയത്ത് തന്നെ ഒരു കല്യാണത്തിനോട് മോഹം തോന്നി. എന്തുകൊണ്ടാണെന്നറിയോ? ആ കല്യാണത്തിന് മാത്രമേ നമ്മളെ ഇരുവരെ ഒന്നിപ്പിക്കാൻ കഴിയുന്നുള്ളത് കൊണ്ട്. പക്ഷേ എന്റെ കഷ്ടകാലത്തിന് ആ ശ്രേയയുടെ കഴുത്തിൽ താലി കെട്ടേണ്ട അവസ്ഥയുണ്ടായി. നിന്നോട് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. അന്ന് കല്യാണപ്പന്തലിൽ ചിലപ്പോൾ ശ്രേയായിരിക്കും എൻ്റെ അടുത്തിരുന്നത്. പക്ഷേ ഈ നിമിഷം വരെ എന്റെ മനസ്സുകൊണ്ട് ഞാൻ താലി കെട്ടിയത് നിന്റെ കഴുത്തില. ആ സ്ഥാനം നിനക്ക് മാത്ര. എന്റെ ഓരോ അണുവിലും നീ മാത്രമേ ഉള്ളൂ വൈദേഹി. ആഗ്രഹങ്ങൾ ഉണ്ടാവാം, പക്ഷെ വാസ്തവം വേറെയല്ലേ? ആഗ്രഹങ്ങൾക്ക് പുറകെ എത്ര ഓടിപ്പാഞ്ഞെത്താൻ നോക്കിയാലും വാസ്തവം മാത്രം